നമുക്ക് 1 തൊട്ട് 15 പശുക്കളെ വരെ ഈ മെഷീനിൽ നമുക്ക് എളുപ്പത്തിൽ കറന്നെടുക്കാൻ പറ്റുന്നതാണ്. സ്പെഷ്യാലിറ്റി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിതിൽ മോട്ടറിൽ മാത്രമല്ല 6 HP പെട്രോൾ എഞ്ചിനും കൊടുക്കുന്നുണ്ട്. ഇതിന് മോട്ടറും ഉണ്ട്, അതേപോലെ പെട്രോൾ എഞ്ചിനും കൊടുക്കുന്നുണ്ട്. 6 HP പെട്രോൾ എഞ്ചിനും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന് കോസ്റ്റ് കൂടുതലാണോ? ഇല്ല, നമുക്ക് സാധാരണ പ്രൈസ് ചെയ്ത് വരുന്നത് സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പ്രൈസിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഇതിന്റെ വാറന്റി ഒക്കെ എങ്ങനെ? വാറന്റി വരുമ്പോഴത്തേക്ക് നമുക്ക് മോട്ടറിന് നിന്ന് 1 വർഷത്തെ വാറന്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ മെഷീന് നമ്മൾ 5 വർഷത്തെ വാറന്റി കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് സ്പെയർസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നോക്കുവാണെങ്കിൽ നമ്മൾ പൾസേറ്റർ മോഡലാണ് കൊടുത്തിട്ടുള്ളത്. പൾസേറ്റിംഗ് മോഡൽ? അതെ. പൾസേറ്റർ മോഡൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പശുക്കുട്ടി പാല് കുടിക്കുന്ന പോലുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും പശുവിന് തോന്നുന്നത്. അതുകൊണ്ട് അഗ്രി വീക്കോ അല്ലെങ്കിൽ ബ്ലഡ് അങ്ങനെ വരും എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. നല്ല കംഫോർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. നമ്മള് ഫുഡ് ഗ്രേഡ് മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പശുവിന് അങ്ങനെയുള്ള വല്ല പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ SS മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ടാങ്ക് വരുന്നത് SS ആണ്. ഇത് 22 ലിറ്ററിന്റെ ക്യാനാണ് വരുന്നത്. അതും ഫുൾ ആൻഡ് ഫുൾ SS ലാണ് കൊടുത്തിട്ടുള്ളത്. അതെ. പിന്നെ നമ്മളിതില് NRV വാൽവ് കൊടുത്തിട്ടുണ്ട്. ഇതല്ലേ ഇതെന്തിനാ യൂസ് ചെയ്യുന്നത്? ഇത് നമ്മൾ പശു പാല് നിറഞ്ഞു കഴിഞ്ഞാൽ നിറഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി, അതായത് ടാങ്ക് ഫില്ലായിട്ട് നിറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിട്ട് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആയിക്കോളും. അപ്പൊ ഈ മെഷീൻ സ്റ്റോപ്പ് ആവോ? ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. കറ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. ഇത് വാക്വം ഉണ്ട്. ഈ വാക്വം ടാങ്ക് ആണെങ്കിലും നമ്മൾ ഫുൾ ആൻഡ് ഫുൾ SS ലാണ് കൊടുത്തിട്ടുള്ളത്. തൊഴുത്തൊക്കെ നോക്കുവാണെങ്കിൽ എപ്പോഴും നനഞ്ഞായിരിക്കുമല്ലോ ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, തുരുമ്പടിക്കത്തൊന്നുമില്ല, ഒരുപാട് നാൾ നീണ്ടു നിൽക്കും. നമ്മൾ പൾസേറ്റർ നോക്കുവാണെങ്കിൽ വാട്ടർ പ്രൂഫ് പൾസേറ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. വാട്ടർ പ്രൂഫ് അല്ലേ? വാട്ടർ പ്രൂഫ് പൾസേറ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. അതും ഫുൾ ആൻഡ് ഫുൾ SS ലാണ് കൊടുത്തിട്ടുള്ളത്. ഇതല്ലേ? ഇതിന്റെ ഉള്ളിൽ ഒരു പ്ലേറ്റ് ഉണ്ട്, അതും നമ്മൾ SS ലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ക്ലോ നോക്കുവാണെങ്കിൽ നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ, ട്രാൻസ്പെറന്റ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാല് വരുന്നതിന്റെ പാല് ഫ്ലോ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ടീത്ത് കപ്പ് നോക്കുവാണെങ്കിൽ ഫുൾ ആൻഡ് ഫുൾ ഫുഡ് ഗ്രേഡ് മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പശുവൊക്കെ ആണെങ്കിലും താഴെ വീണ് ചവിട്ടി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷെ അതൊന്നും വരാത്ത രീതിയിൽ നല്ല ക്വാളിറ്റിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് ഈ വാഷ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, വാഷ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ഓൺ ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതേ ക്ലീൻ ചെയ്തെടുത്തു. ഇത് ഓൺ ചെയ്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇത് തനിയെ വെള്ളം എടുത്ത് ക്ലീൻ ചെയ്തോളൂ. ഓട്ടോമാറ്റിക് ഈ ട്യൂബ് എല്ലാം ക്ലീൻ ചെയ്തോളൂ. അതെ, ഈ ട്യൂബിനകത്തെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് കയറിയിട്ട് ക്ലീൻ ആയിക്കോളും. അപ്പോൾ ക്ലീനിങ്ങിന് വേണ്ടി വലിയ ബുദ്ധിമുട്ടില്ല, വലിയ പ്രശ്നമൊന്നുമില്ല സാർ. ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുമല്ലേ? അതെ, എളുപ്പത്തിൽ നമുക്ക് ഈസി ട്രോളി പോലെ നമുക്ക് വേണമെങ്കിൽ ഓരോ പശുവിന്റെ അടുത്ത് കൊണ്ടുപോകണമെങ്കിലും ചെയ്തിട്ട് അതെ ഓരോ പശുവിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഉന്തിക്കൊണ്ടാണ് യൂസ് ചെയ്യാവുന്നതേ. ഈ ചെറിയ പിന്നെ 1-2 പശുക്കളുള്ളതിന് വേറെ മോഡൽസ് ഉണ്ടോ? അതെ, നമ്മുടെ 1-2 പശുക്കളുള്ളതെങ്കിൽ 3 പശുക്കളുള്ള ആൾക്കാർക്കാണെങ്കിൽ മഹാ മിൽക്കിംഗ് മെഷീൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ മോഡൽസ് ഉണ്ട്. അതിന് മേളിൽ ഇപ്പം 5 പശുക്കളാണെങ്കിൽ നമ്മൾ നാനോ, അതിന്റെ മേളിലാണ് ട്രോളി. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബെസ്റ്റ് വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ 30 പശുക്കളുള്ള ഫാം വെച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഫിക്സഡ് എന്നുള്ള അല്ല, നമുക്ക് അങ്ങനെയുള്ള മോഡൽസും ഉണ്ട്. അതായത് നമുക്കിപ്പോൾ പശുത്തൊഴുത്തൊക്കെ കഴുകാൻ പറ്റുന്ന HTP പമ്പൊക്കെ കണക്ട് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യാവുന്ന അങ്ങനത്തെ മോഡൽസും ഉണ്ട്. അതെ. ഇത് ഒരു പശുവിനെ കറക്കാനായിട്ടൊക്കെ ഏകദേശം എത്ര സമയം എടുക്കുമായിരിക്കും? നമുക്കൊരു 4-5 മിനിറ്റ് ഒക്കെ എടുക്കത്തുള്ളൂ. പിന്നെ പശുവിനെ പാലിന്റെ അളവനുസരിച്ച് മാറും. എന്നാലും ഒരു 4-5 മിനിറ്റ് ഒക്കെ എടുക്കത്തുള്ളൂ. കൂടി വന്നാൽ ഒരു 5-6 മിനിറ്റ് അത്രേ ഉള്ളൂ. 5 മിനിറ്റ് കൂടി വന്നാൽ അത്രേ ഉള്ളൂ. ഇത് ഉപയോഗിക്കാൻ മാൻ പവർ ഒരുപാട് വേണ്ടല്ലേ? മാൻ പവറിന്റെ ഒരു ആവശ്യമേ വരുന്നില്ല. കാരണം ഇപ്പൊ നമ്മുടെ ഫാമിലൊക്കെ ആണെങ്കിലും ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇപ്പൊ സ്ത്രീകൾക്കാണെങ്കിലും ഒക്കെ പൊതുവെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ്. അങ്ങനെ ഭയങ്കര ടെക്നിക്കൽ നോളജ് ഒന്നും വേണമെന്നില്ല ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതിനെന്തെങ്കിലും ലോൺ ഫെസിലിറ്റി എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ലോൺ ഇല്ല, പക്ഷെ നമുക്കിപ്പോൾ EMI എടുക്കാവുന്നതാണ്. അതായത് ഇപ്പൊ എല്ലാവർക്കും ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് കുറഞ്ഞ മുതൽ മുടക്കില് EMI എടുക്കാവുന്നതാണ് ഈ മെഷീൻ. ഒരു വർഷത്തെ അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും.